ദൈവത്തിൻ്റെ സ്തുതി. മൂവാറ്റുപുഴ റീജിയൻ്റെ നുഹ്റോ വിഷന് എല്ലാ ഈസ്റ്റർ ആശംസകളും പ്രാർത്ഥനാപൂർവ്വം നേരുന്നു. പുനരുത്ഥാനം പുതിയ നിയമസഭയുടെ അടിത്തറയാണ്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, യേശുക്രിസ്തു മരിച്ചവരിൽ ഉയർത്തെഴുന്നേറ്റിട്ടില്ലായിരുന്നുവെങ്കിൽ എൻ്റെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. പുതിയ നിയമസഭയുടെ ആരംഭം തന്നെ പുനരുത്ഥാനത്തിൽ നിന്നുമാണ്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ മരിച്ചവരുടെ പുനരുത്ഥാനം ജീവനുള്ളവരുടെ ജീവിതത്തിന് കൂടുതൽ അർത്ഥങ്ങൾ പകർന്നു നൽകുവാൻ പര്യാപ്തമാണ്. ക്രിസ്തു നടന്ന വഴികളും ക്രിസ്തുവിൻ്റെ സഹനത്തിൻ്റെ പാതകളും യഥാർത്ഥത്തിൽ ചെന്ന് നിൽക്കുന്നത് കാൽവരിയിലെ ക്രൂശിലാണ്. ശൂന്യമായ കല്ലറ നൽകുന്ന ഒരു സന്ദേശമുണ്ട്. ഉത്ഥിതനായ ക്രിസ്തു അപ്പോസ്തലന്മാർക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ അവരെ സമാധാനം കൊണ്ടാണ് നിറയ്ക്കുന്നത്. അസമാധാനത്തിൻ്റെ ഇന്നിൻ്റെ ലോകം സമാധാനം അകലെ മാത്രം നിലയുറപ്പിക്കുമ്പോൾ പ്രത്യാശ നൽകുന്ന പുനരുത്ഥാനത്തിൻ്റെ സന്ദേശം ഈ വർഷത്തെ പുനരുത്ഥാന പെരുന്നാളിൽ നമുക്ക് കൂടുതൽ കരുത്ത് പകർന്നു നൽകുന്നതാണ്. യുദ്ധത്തിൻ്റെ ചോരപ്പാടുകൾ എവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വിശുദ്ധ നാട്ടിൽ പോലും ക്രിസ്തുവിൻ്റെ പീഠാനുഭവവാരം ആഘോഷിക്കുന്നതിന് പോലും ആചരിക്കുന്നതിന് പോലും തടസ്സങ്ങൾ നിൽക്കുന്ന ഒരു സാഹചര്യം. നമുക്കെല്ലാവർക്കും സമാധാനം സമാധാനം എന്ന് പറയുവാൻ വളരെ എളുപ്പമാണ്. എന്നാൽ അസമാധാനത്തിൻ്റെ ചുഴിയിൽപ്പെട്ട് ജീവിക്കുന്ന അനേകം ജീവിതങ്ങൾ, ഏത് രാജ്യമായാലും ഏതു തരം മനുഷ്യരായാലും അവരുടെ എല്ലാം വേദനയും അവരുടെ എല്ലാം പ്രയാസങ്ങളും ദുരിതങ്ങളും ഒക്കെ നമുക്ക് വായിച്ചെടുക്കാനായിട്ട് സാധിക്കണം. അങ്ങനെ നോക്കുമ്പോൾ പുനരുത്ഥാനം പ്രഖ്യാപിക്കുന്ന ആ സമാധാനം അത് മനുഷ്യർക്ക് നൽകാൻ പറ്റുന്നതല്ല, ദൈവത്തിന് മാത്രം നൽകാൻ പറ്റുന്നതാണ് സമാധാനം. അഴുകാനുള്ള മനസ്സുള്ളവരായി മാറ്റപ്പെടണം. ചിന്തകൾ, പ്രവർത്തനങ്ങൾ, അതിലെല്ലാം ഒരു ദൈവത്തിൻ്റെ സ്പർശമുണ്ടാകണം. വഴക്കും വൈരാഗ്യവും വിദ്വേഷവും പകയും ഒക്കെയാണ് മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് എങ്കിൽ അവിടെ അനുരഞ്ജനത്തിൻ്റെ ആത്മാവുണ്ടാവുകയില്ല. അഴുകാനുള്ള മനസ്സോടുകൂടി അനുരഞ്ജനത്തിൻ്റെ ആത്മാവുള്ളവരായി ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ സമാധാനം സ്വായത്തമാക്കുവാൻ ഈ പെരുന്നാൾ എല്ലാവർക്കും മുഖാന്തരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈസ്റ്ററിൻ്റെ ആശംസകൾ നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.